ഗുഡ് മോർണിംഗ് ഓൾ. സമകാലികം 2024 ജനുവരിയിൽ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിയാണ്. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് വിരമിച്ചു. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരാണെന്ന് ചോദിച്ചാൽ ഹേമലതയാണ്. ഹേമലത എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ഏത് പത്രത്തിലാണ് ഉണ്ടായിരുന്നത്, ഏത് ചാനലിലാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ദൂരദർശനിലാണ് കേട്ടോ. ദൂരദർശനിലാണ് ഹേമലത ഉണ്ടായിരുന്നത്. ഹേമലത മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡറായിരുന്നു. ഹേമലത വിരമിച്ചു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗിരിയ നിയമിതനായി. അപ്പം ആരാണ് 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗിരിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പോൾ ആരാണ്? അരവിന്ദ് പനഗിരിയ. എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് ചോദിച്ചാൽ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്ന രാജ്യങ്ങൾ. അപ്പോൾ ബ്രിക്സിൽ പുതിയ രാജ്യങ്ങൾ സ്ഥിരാംഗങ്ങളായിട്ടുണ്ട്. 5 രാജ്യങ്ങളാണ് സ്ഥിരാംഗങ്ങളായിട്ടുള്ളത്. എല്ലാം തുടങ്ങുന്നതാണ് മിക്കതും. അതായത് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, പിന്നെ ഒരു UAEയും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കണം. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAEയുടെ തന്നെ അടുത്തുള്ള സൗദി അറേബ്യ. അപ്പോൾ സൗദി അറേബ്യ, ഇത്രയും രാജ്യങ്ങൾ, 5 രാജ്യങ്ങളാണ് ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായി നിയമിതമായത്. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി BR ഗവായ് നിയമിതനായി. അപ്പോൾ നമ്മുടെ ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി ജഡ്ജിയായ BR ഗവായി ആണ് ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. അപ്പം ഈ ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു വ്യോമ കവച മിസൈൽ സംവിധാനമാണ്. അതിൻ്റെ പേരാണ് സമർ. എന്താണ്? സമർ. ഓക്കെ. ഇന്ത്യ തദ്ദേശികമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. അപ്പോൾ ഈ കപ്പലിൻ്റെ പേരെന്താണ്? INS ഇംഫാൽ എന്നാണ്. ഇത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ്. യുദ്ധക്കപ്പലിൻ്റെ പേരെന്താണ്? INS ഇംഫാൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരായിരുന്നു? ഹേമലത. ഏത് ചാനലിലാണ്? ദൂരദർശനിലാണ്. അവർ വിരമിച്ചു. എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്? 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയ. ഓക്കെ. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങൾ 5 പേര്: ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, സൗദി അറേബ്യ. ഓക്കെ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജസ്റ്റിസ് BR ഗവായി നിയമിതനായി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു മിസൈൽ ഉണ്ട്. അതിൻ്റെ പേര് സമർ എന്നാണ്. അത് എന്ത് തരം മിസൈലാണെന്ന് ചോദിച്ചാൽ വ്യോമ കവച മിസൈലാണ്. പിന്നെ നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലുണ്ട്. അതിൻ്റെ പേര് INS ഇംഫാൽ. എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ: വൈസ് അഡ്മിറൽ ദിനേശ് K ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി. അപ്പം വൈസ് അഡ്മിറൽ ദിനേശ് K ത്രിപാഠിയാണ് നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി AI പ്ലാറ്റ്ഫോമാണ് കൃത്രിം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് എന്താണെന്ന് ചോദിക്കുക. AI റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ AI റിലേറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് ചോദിക്കാൻ പറ്റുന്നതാണ് കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ AI നിർമ്മിത പ്ലാറ്റ്ഫോമാണ് കൃത്രിം. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ N രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിലുള്ള ദേശീയ അവാർഡ് ഡോക്ടർ ശശി തരൂരിന്. അപ്പോൾ പ്രശസ്ത മാധ്യമപ്രവർത്തകനായ N രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം ഒരു അവാർഡ് എടുക്കുന്നുണ്ട്. അതാണ് N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിലുള്ള ദേശീയ അവാർഡ്. അത് ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഡോക്ടർ ശശി തരൂരിന്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം
ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. അപ്പോൾ വിരാട് കോഹ്ലിക്ക് ഒരു 2023 ഒരു അത്ലറ്റ് പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത്. ആർക്കാണ്? വിരാട് കോഹ്ലിക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നമാണ് വീരമംഗെ വേലു നാച്ചിയാർ. കുറച്ച് വലിയ പേരാണ്, എന്നാലും ഓർത്ത് വയ്ക്കാം. എന്താണ് ഭാഗ്യചിഹ്നം? എന്താണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 എന്തായാലും ചോദിക്കാൻ, ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഒരു വീരമംഗയെങ്കിലും ഓർത്ത് വയ്ക്കുക. വീരമംഗെ വേലു നാച്ചിയ. വീരമംഗെ വേലു നാച്ചിയാരാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ, എവിടെയാണെന്ന് ചോദിച്ചാൽ ദുബായ് ആണ്. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസറാണ് 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ദുബായ്ക്ക് ലഭിച്ചത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം ആദ്യം മുതൽ. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആരായിട്ടാണ് നിയമിതനായത്? നാവികസേനയുടെ ഉപമേധാവിയാണ്. ആരാണ്? വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത അല്ലെങ്കിൽ AI നിർമ്മിത പ്ലാറ്റ്ഫോം, ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം അതേതാണ്? AI പ്ലാറ്റ്ഫോം ആരാണ്? കൃത്രിമാണ് കേട്ടോ. ബഹുഭാഷ AI പ്ലാറ്റ്ഫോമാണ് കൃത്രിം. ഓക്കെ, പ്രശസ്ത മാധ്യമപ്രവർത്തകൻ N. രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം നൽകുന്നതാണ്. N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ആർക്കാണ് കിട്ടിയത്? ശശി തരൂരിന്. ഓക്കെ, വിരാട് കോഹ്ലിക്ക് കിട്ടിയത് എന്ത് അവാർഡാണ്? 2023 പ്യൂബിറ്റി അവാർഡ്. പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം കേട്ടോ. പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരമാണ് വിരാട് കോഹ്ലിക്ക് കിട്ടിയത്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് വീരമംഗെ വേലു നാച്ചിയാർ. ഓക്കെ, പിന്നെ ദുബായ് എന്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു? സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായാണ് ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത് കേട്ടോ. പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതാരാണ്? ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. ഒരു എക്സാമിന് ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. സുജലം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് സുജലം പദ്ധതി? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹായത്തോടുകൂടി കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം കൊടുക്കുന്നു. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കുറച്ച് എവിടെ കൂടെ? റേഷൻ കടയിൽ കൂടെ വെള്ളം കൊടുക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സുജലം പദ്ധതി. അപ്പോൾ സുജലം പദ്ധതി എവിടെ കൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ്? റേഷൻ കടയിൽ കൂടെ ചിലവ് കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. ആരുടെ നേതൃത്വത്തിലാണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. റേഷൻ കടയെന്ന് ഓർക്കുമ്പോൾ നമുക്കറിയാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്ലിയാൽ സ്ഥാനമേറ്റു. അപ്പോൾ ആരാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മേധാവി? ഡോക്ടർ മനീഷ് തപ്ലിയാൽ. അപ്പോൾ നമ്മൾ ഇനി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഓർക്കണം, അവിടുത്തെ മേധാവി ആരാണ്? അവിടുത്തെ ഡിവിഷൻ മേധാവി ആരാണ്? ഡോക്ടർ മനീഷ് തപ്ലിയാലാണ് കേട്ടോ. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി, അവിടെ അഡീഷണലായിട്ട് റെയിൽവേ മാനേജറായിട്ട് ഒരു മലയാളിയാണ് ചുമതലയേറ്റിരിക്കുന്നത്. MR വിജി ആണ് അഡീഷണൽ റെയിൽവേ മാനേജർ. എന്നാൽ ഡിവിഷണൽ മേധാവി ആരാണ്? ഡോക്ടർ മനീഷ് തപ്ലിയാൽ. ഡോക്ടർ മനീഷ് ഡിവിഷനും വിജി ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറാണ് കേട്ടോ. അത്ര ഓർത്താൽ മതി. പാക് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർകാശ്. അപ്പോൾ ആരാണ് ഡോക്ടർ സവേര പർകാശ്?
പാക് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത. അതൊരു നോട്ട് ചെയ്ത് വെക്കണം. എന്താണ്? പാക് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർകാശ്. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? രശ്മി ശുക്ല. അപ്പം മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ DGP ആയി നിയമിതയായത് ഡോക്ടർ രശ്മി ശുക്ല. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. അപ്പോൾ 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിന് 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത് കേട്ടോ. മികച്ച സിനിമ, അങ്ങനെ സംഗീതം, പശ്ചാത്തല സംഗീതം എന്താണ്ടൊക്കെ, അങ്ങനെ 5 പുരസ്കാരങ്ങളാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ഓപ്പൺ ഹെയ്മർ ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺ ഹെയ്മറിന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഗോൾഡൻ ഗ്ലോബ് എത്രാമത്തെ ഗോൾഡൻ ഗ്ലോബാണെന്ന് ചോദിച്ചാൽ 81ാമത്തെ ഗോൾഡൻ ഗ്ലോബാണ് കേട്ടോ. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതയായി. അപ്പോൾ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഗബ്രിയേൽ അത്താൽ. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായത് ഗബ്രിയേൽ അത്താൽ. ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നെയും വേറെ ആരായിട്ടുണ്ടെന്ന് തോന്നുന്നു. ജനുവരിയിലെ കറണ്ട് അഫെയർ വെച്ചിട്ട് ഇത് ഗബ്രിയേൽ അത്താലായിരുന്നു. അലി അബു അവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബരേൻ, ബോയിമിൻ എന്നിവർ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. അപ്പോൾ ആർക്കൊക്കെയാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം കിട്ടിയത്? അലി അബു അവാദ്, അലി അബുവിന്. സംഗീത സംവിധായകൻ ഡാനിയൽ ബരേൻ, ബോയിമിൻ. അപ്പം ഒരു 2 പേരേ ഉള്ളൂ, അലി അബുവിനും ഡാനിയലും. ഡാനിയൽ ബരേൻ, അലി അബു, ഡാനിയൽ ബരേൻ സംഗീത സംവിധായകനാണ്. അവർക്കൊക്കെ ഇന്ദിരാഗാന്ധിയുടെ സമാധാന പുരസ്കാരമാണ് കിട്ടിയത്. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മയ്ക്ക്. അപ്പോൾ PR കുമാരകേരളവർമ്മയ്ക്ക് എന്തോ കിട്ടിയത്? കുമാരൻ കേരളവർമ്മ. നമ്മൾ ഓർക്കണം സാധ്യത്തിരുന്നാൽ സ്വാതി സംഗീത പുരസ്കാരം ആരാണ് കൊടുക്കുന്നത്? സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മയ്ക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി. അപ്പോൾ ആരാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത്? കണ്ണൂർ ജില്ലയാണ് കേട്ടോ. കണ്ണൂർ ജില്ല ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗുരുവായൂർ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് പ്രഖ്യാപിച്ച് 2023 ആരാണ് കൊടുക്കുന്നത്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ആർക്കാണ് കിട്ടിയത്? PN ഗോപികൃഷ്ണൻ. അപ്പോൾ ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്നത് ആരാ? 2023 പിടിച്ചു നിന്നത് PN ഗോപികൃഷ്ണനാണ്. ഗോപികൃഷ്ണൻ്റെ കവിതയുടെ പേരെന്താണ്? കവിത മാംസഭോജിയാണ്. ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ TH മുസ്തഫ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയായിരുന്നു TH മുസ്തഫ. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ 55 അന്തരിച്ചു. അപ്പോൾ ആരാണ്? ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നു, പത്മഭൂഷൺ ജേതാവായിരുന്ന പേരെന്താണ്? ഉസ്താദ് റാഷിദ്. നോക്കി വയ്ക്കണം. നെക്സ്റ്റ്, ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു. ഇതെങ്ങനെ ചോദിക്കാൻ സാധ്യതയെന്ന് വെച്ചാൽ ഫ്രാൻസ് ബെക്കൻ ബോവർ ഏത് രാജ്യത്തിലെ ഫുട്ബോൾ ഇതിഹാസമാണെന്ന് ചോദിക്കുക. അപ്പോൾ ജർമ്മനിയാണെന്ന് ഓർത്ത് വെക്കണം. ഫ്രാൻസ് എന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ഫ്രാൻസ് എന്ന് എഴുതാൻ തോന്നുമല്ലോ. അല്ല, ഫ്രാൻസ് രാജ്യമൊന്നുമല്ല, അയാളുടെ പേരാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ. എന്താണ്? ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമാണ് കേട്ടോ. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ നോക്കാം. ലാസ്റ്റ് പറഞ്ഞത് ദക്ഷിണാഫ്രിക്കൻ താരം ആരാണ്? ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം താരം ഡീൻ എൽഗാർ ആണ് വിരമിച്ചത്. പിന്നെ റേഷൻ കടയിലൂടെ കുടിവെള്ളം കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് സുജലം.
തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മേധാവിയായത് ഡോക്ടർ മനീഷ് തപ്ലിയാൽ. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായത് MR വിജി. പിന്നെ പാക് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത ഡോക്ടർ സവേര പർകാശ്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ DGP രശ്മി ശുക്ലയാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺഹൈമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ പുതിയ PM ഗബ്രിയൽ അത്താൽ. അതൊന്ന് ചെക്ക് ചെയ്യണം, ഫ്രാൻസിൻ്റെ PM മാറിയിട്ടുണ്ടാന്ന്. എന്നാൽ ജനുവരിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഗബ്രിയൽ അത്താലാണ്. അലി അബു അവാദ് സംഗീത സംവിധായകൻ ഡാനിയൽ ബരേൻ ബോയിമിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം അലി അബു അവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബരേൻ. ഇനി സാംസ്കാരിക വകുപ്പിൻ്റെ പരമോന്നത പുരസ്കാരം ഇത് സാദി തിരുനാൾ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? PR കുമാര കേരളവർമ്മ ആരാണ്? കേരളത്തിലെ ആരുമല്ല, കർണാടക സംഗീതജ്ഞനാണ്. കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മ. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ്. കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയാണ് ജേതാക്കളായത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ. നമ്മുടെ കവിതയുടെ പേരെന്താണ്? കവിതാ മാംസഭോജിയാണ്. ഓക്കെ. പിന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ TH മുസ്തഫ അന്തരിച്ചു. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായിരുന്നു ആര്? ഉസ്താദ് റഷീദ് ഖാൻ. പിന്നെ ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസ താരം ഫ്രാൻസ് ബെക്കെൻ ബോവർ അന്തരിച്ചു. ഇത്രയാണ് കേട്ടോ ഈ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയറുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.